ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ഡേ 3. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഫൈനൽ ഡേ. ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രീഹരി പാക്കിങ്ങിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായി. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് Insta360 X3യിലാണ് കേട്ടോ. കാര്യം എൻ്റെ ഫോണ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് വീഡിയോ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് ഈ ക്യാമറയിലായിരിക്കും. റൂമിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഓടിച്ചൊരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, റൂം അടിപൊളിയാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ടോയ്ലറ്റും ഒക്കെ ക്ലീനും ഒക്കെയാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നൈറ്റ് ആകുമ്പോൾ ഇവിടെ റൂമിൽ ഹീറ്ററൊന്നുമില്ല. സോ അതുകൊണ്ട് കുറച്ച് സീനാവും ആദ്യത്തെ ദിവസം ഫസ്റ്റ് വരുമ്പോൾ. പക്ഷെ നമുക്ക് ഇന്നലെ വലിയ പ്രശ്നമില്ലായിരുന്നു നമ്മുടെ ശ്രീരി. പിന്നെ ഭയങ്കര പ്രശ്നമില്ല കേട്ടോ. കാര്യം ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലടാ. പിന്നെ കുളിക്കുമ്പോൾ നല്ല രീതിക്ക് പണി കിട്ടും. രാവിലെ കുളിച്ചിട്ട് ചൂടുവെള്ളത്തിലാണ്, ഇനി എന്തിനാണെങ്കിലും പുറത്ത് നല്ല ചൂടല്ലേ, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിക്ക് പണി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ബാക്കി റൂമൊക്കെ നൈസാണ്. ഇവിടുത്തെ പുള്ളിക്കാരൻ നൈസാണ്, നല്ല രീതിക്കാണ് ഇൻട്രാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും പുള്ളിക്കാരനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ രീതിയിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ 8 മണി ആവാറായി. 7:30 ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അങ്ങോട്ടേക്കാണ്. സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഓണായി വരുന്നേ ഉള്ളൂ കേട്ടോ. അവിടെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗെയിമിങ്ങും കാര്യങ്ങളും പരിപാടികളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ആയി വരാനായിട്ട് കുറച്ചുകൂടെ ടൈം എടുക്കും. ഭയങ്കര തണുപ്പാട്ടോ. ഞങ്ങൾ ഇത് കയറി വന്നപ്പോൾ പ്രത്യേകിച്ച് ഞാനിതാ ഇതും ഹാസ്ലി വല്ല ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഇവന് പിന്നെ കുഴപ്പമില്ല. തണ്ടി ഭയങ്കര തണുപ്പ്, അതും ഷോർട്സുമാണ്. ഇപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് ബോഡി വിറങ്ങലിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. അല്ല ഗൈസ്, ഫാഷൻ സെൻസ് ഇല്ലാത്ത തണ്ടി ഇപ്പടാ. പക്ഷേ ഇത് അടിപൊളി കേട്ടോ, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാ കാണുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇതാ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഫുള്ള് ഇവിടുന്ന് ഫോട്ടോയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ക്രൗഡഡ് ആയിട്ടില്ല, കുറച്ച് ആൾക്കാരേ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നോട്ടീസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ ഇവിടുത്തെ ഷോപ്സ് കാര്യങ്ങളിലെല്ലാം അറിയാമല്ലോ, ഇത്രയും ആൾക്കാർ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഷോപ്സിൽ നിന്നും അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ചപ്പും ചവറും എല്ലാം ക്ലീനാക്കി പറക്കി കൂട്ടി എല്ലാം കൂടെ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അത് ഇത്രയും തണുപ്പത്ത്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ സ്ഥലത്ത് കേട്ടോ. എല്ലായിടത്തും ഞാൻ ഭയങ്കരമായിട്ട് പറയുന്നില്ല, പക്ഷേ കുറേ സ്ഥലത്ത് അടിപൊളിയായിട്ട് ഈ വരുന്ന വഴിക്ക് തന്നെ അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗൈസ്, എക്കോ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര പീസ്ഫുള്ളായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഏത് വാക്കിനാണ് ആന ഇറങ്ങി വരണമെന്ന് അറിയത്തില്ല. കണ്ണു വെച്ചാൽ കുത്തി തരും. 4 വാക്കിനും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ആന ഇറങ്ങും, ആന വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആന ഇറങ്ങില്ല, ചവിട്ടി തരും തന്നെ. ഇവനെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുട്ടിടിച്ചോണ്ടിരുന്നേനും തെണ്ടി. കണ്ണു വെച്ചാൽ കുത്തി തരും. തെണ്ടി നീ അല്ലടാ പറഞ്ഞ ആന വന്നു കഴിഞ്ഞാൽ എവിടെ ഇറങ്ങി? പേടിയാണ് ഗൈസ്, ഏത് വഴിക്ക് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് പേടിയില്ല, ഇവനെ പിടിച്ച് മുമ്പായിട്ട് ഞാൻ ഓടിക്കാം. ഡാൻസ് ഒക്കെ കളിച്ച് ലെഗൊക്കെ സ്ട്രോങ് ആണ്, ഓടി ഞാൻ പറന്നോടും. ക്യാമറ ഞാൻ എടുക്കോളെ, നീ പേടിക്കണം. എൻ്റെ ക്യാമറ നീ പോയി കഴിഞ്ഞാൽ ഞാൻ സൂക്ഷിച്ച് പൊന്നുപോലെ ഉപയോഗിക്കും.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കുണ്ടള ഡാം. ഇത് അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇവിടെ ഞങ്ങൾ വണ്ടിയിൽ വന്ന് അവിടെ പാർക്കിങ്ങിൽ 10 രൂപ പാർക്കിംഗ് ഫീ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളും ആയിട്ടിപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചവിട്ടിയടിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇത് തമിഴ്നാടാണ് അല്ലടാ? തമിഴ്നാടാണ്. കാണാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഡേർട്ടിയാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ വരുന്ന ആൾക്കാർ ആ ഒരു കാര്യത്തിനും കൂടെ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം നല്ല രീതിക്ക്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഇതിനെക്കുറിച്ചൊരു ബ്രീഫിങ്, മീൻസ് നമ്മൾ പോയ സ്ഥലത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീഹരി പറയും, എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലേ ശ്രീഹരി? ഇവന് കുറേ അറിയാം കേട്ടോ, പക്ഷേ ഇവൻ ക്യാമറ ഓൺ ആയിരിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. ഇവൻ എന്നോടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ പറയും എന്ന് പറഞ്ഞാൽ എന്നോടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം. ഓക്കെ, ഹായ് ഓൾ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേര്യമംഗലത്തെത്തി. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫുഡ് കഴിച്ച അതേ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡാണ്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. സോ അടിപൊളി ഫുഡാണ്. ഇതുവഴി പോകുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കഴിക്കാനായിട്ട് മാക്സിമം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ 2 ടൈം ലാപ്സ് അവിടെ പോയപ്പോൾ വെച്ച് തന്നെ എൻ്റെ ക്യാമറയുടെ ചാർജ് കയറുന്നു. അപ്പോൾ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ബൈ പറഞ്ഞൊന്നും എടുക്കാൻ പറ്റിയില്ല. റൂമൊക്കെ ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ റൂമും അടിപൊളിയാണ്. PWDയുടെ റെസ്റ്റ് ഹൗസ് അടിപൊളി റൂമാണ്. അവിടെ നിന്ന ചേട്ടൻ പുള്ളിക്കാരനും നൈസായിട്ട് എല്ലാ ഹെൽപ്പിനും എല്ലാത്തിനും കുമാരേട്ടൻ എല്ലാത്തിനും കാര്യങ്ങൾക്കുമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ പ്രോപ്പറായിട്ട് ബൈ പറയാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി ഇങ്ങോട്ടാണ് നേരെ പോകല്ലേ. ഇനി ചെറുതായിട്ട് ബ്രേക്ക് എടുക്കാനാണ് പ്ലാൻ. കാര്യം ഭയങ്കര വെയിലാണ്. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ചെറിയ ബ്രേക്ക് എടുത്ത് ചായയൊക്കെ കുടിച്ച് പതിയെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബ്രേക്ക് അല്ലടാ, ലാസ്റ്റ് ബ്രേക്കാണ്. കൊട്ടാരക്കര കഴിഞ്ഞ് ഇനി 30 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കഷ്ടിച്ച് ആനവണ്ടി സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി കഷ്ടിച്ച് 30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ടീ ബ്രേക്കാണ്. ഇതിലൂടെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ചൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അളിയ ട്രിപ്പ്? ചെറിയൊരു ബ്രീഫിങ് പറഞ്ഞു. നീ എങ്ങനെ എൻജോയ് ചെയ്തോ? എൻ്റെ കമ്പനി എങ്ങനെ ഉണ്ടായിരുന്നു അളിയ? ഇങ്ങനെയുള്ള വൈബ് ഉള്ള ആൾക്കാർ കിട്ടാൻ പാടാണ്. ബാക്കിയുള്ളവർ കൂടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് വേറെ എന്താണ് എൻജോയ് ചെയ്യാനായിരിക്കും. നമുക്ക് ഒരു സ്ഥലത്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, അവൻ്റെ കാര്യം നോക്കിക്കോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതാണ് കാര്യം. എനിക്ക് ഇവൻ്റെ കൂടെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. അതായത് സമാധാനത്തിന് വേണ്ടി യാത്ര ചെയ്യണമെങ്കിൽ ഇവൻ്റെ കൂടെ യാത്ര ചെയ്യണം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ബർത്ത്ഡേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സമാധാനം ആഗ്രഹിച്ചിരുന്നായിരുന്നു ഞാൻ. കുറച്ച് നാളായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മൈൻഡിലായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നടന്നു പോയപ്പോൾ. പിന്നെ
പ്ലാൻ ചെയ്ത കണക്ക് എല്ലാം നടന്നു. എല്ലാം കറക്റ്റ് പക്ക പ്ലാനിങ്ങിലായിരുന്നു എല്ലാം. സമയത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടില്ല. കാരണം കുറച്ചൊരു 1 മണിക്കൂർ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാനായിട്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും. ക്ഷമിക്കുന്ന കളിയാ അത്. പക്ഷേ ആ 1 മണിക്കൂർ നമ്മൾ ക്യാച്ചപ്പ് ചെയ്തെടുത്തു, അതൊക്കെ റെഡിയാക്കി, വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു അവസരത്തിൽ അളിയ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ അളിയ, മേരീസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ചേച്ചിയോട് പ്രത്യേകം നന്ദി, ഡോക്ടർ ആൻഡ് നഴ്സ് ചേച്ചിമാരോട്. കാര്യം അലർജിയാണ്, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആവിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടേ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ട്രിപ്പ്, ഒരു കറങ്ങാനായിട്ട് ഇങ്ങനെ. പറഞ്ഞു കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയാണല്ലേ, അപ്പോൾ കുഴപ്പമില്ല, നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, കറങ്ങാൻ പോകുന്നേ ഉള്ളൂ, സ്ഥലം എവിടെയാണ്? മൂന്നാർ. അത് കേട്ടിട്ട് അവർ ഭാഗ്യത്തിന് ഒരു സാധനം കയ്യിലുള്ള സാധനങ്ങളൊന്നും ഇട്ട് അടിച്ചില്ല, സമാധാനപരമായിട്ട് പറഞ്ഞിങ്ങനെ മക്കളെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ഗുളികയിലൊക്കെ നിൽക്കും, പിന്നെ രാത്രി പരിപാടിയൊന്നും വേണ്ട, റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ വെച്ച് ഇപ്പോൾ കിട്ടുമെന്നാണ് വിചാരിച്ചേ. ഇല്ല, ഞാൻ ആ അന്നത്തെ ദിവസം മൊത്തം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എന്ത് പറ്റും, ഉറങ്ങാൻ കിടക്കുമ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് നോക്കുന്നതിന് അനക്കമുണ്ടാ. സത്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ സേഫ് ആയിരുന്നു കൈസ്. പക്ഷെ ഞാനിതൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഫോണും കറക്റ്റ് ഗുളികയും കഴിച്ചു. അപ്പോൾ ഉറങ്ങണമെന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നേരെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് സുഖം ഉറക്കമായിരുന്നു. ഞാൻ ഇവന് പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ററാക്ടിങ് ഇല്ല വീഡിയോക്കകത്ത്. എനിക്ക് വലിയ പാടാണ്, മാറ്റിയെടുക്കണം. ഇവൻ ഇതേപോലെയൊന്നും അല്ല കേട്ടോ, ഇവൻ ഭയങ്കര അടിപൊളിയാണ്. ഇവനോട് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇവൻ ക്യാമറ എടുത്ത് പിടിക്കുമ്പോൾ അവൻ അതുമായിട്ട് അങ്ങ് പരിചയപ്പെടില്ല. ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റും കേട്ടോ, നിങ്ങൾ എല്ലാ പേരും തന്ന സ്നേഹം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമൊക്കെ കിട്ടാറുണ്ട്, ഞാൻ കള്ളം പറയുന്നതല്ല. സ്റ്റുഡൻസ്, പഠിപ്പിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഒരുപാട് പേര് അയക്കാറുണ്ട്. കോളേജ് ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരായിട്ട് കോൺടാക്ട്സ് ഇല്ല. പിന്നെ ഇവിടുത്തെ സ്റ്റുഡിയോയിലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ. പക്ഷേ ഇത്തവണ സകല റെക്കോർഡും ബ്രേക്ക് ചെയ്തായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, എത്രയും പേര് വിഷയമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്റ്റാറ്റസിൽ നിന്നല്ല എല്ലാവരും ഇട്ടപ്പോഴത്തേക്കും അത് നന്ദി. ആ ഒരുപാട് പേര് വിഷ് ചെയ്തു. അതും കുറേ ആൾക്കാർ, എനിക്ക് നമ്പർ ഇല്ലായിരുന്നു, എൻ്റെ ഫോണിൽ നമ്പർ ഇല്ലായിരുന്നു. ഞാൻ മെസ്സേജ് ചെയ്യാം, താങ്ക്സ്, എനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കും. ഇവന് ഓരോ സമയം ഇങ്ങനെ മെസ്സേജും ഓരോ താങ്ക്സ് പറയാനേ നേരം. ഇത് ചോദിച്ച അവസാനം ചോദിച്ചത് തീർന്നില്ലേടേ, തീർന്നില്ല. ഇന്ന് വരണ വഴിക്ക് തീർന്നില്ലേ, ഇത് ഇനിയും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടേ. കാര്യം എനിക്ക് അത്രയ്ക്ക് കൂടി പോയാൽ 4-5 പേര്. പക്ഷേ ഇല്ലടാ, ഞാൻ ഇത് അങ്ങനെ പറയുന്നതല്ല. പക്ഷെ എനിക്കത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. മീൻസ് ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേ, മീൻസ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ്, സ്കൂളിലെയും കോളേജിലെയൊക്കെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു, അളിയോ എന്തൊരു ഷോ അളിയാ, അതേപോലെ അത്രയ്ക്കൊക്കെ കിട്ടിയ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വിഷ് ചെയ്താൽ. ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവനെ അറിയാവുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താ പറയുന്നത്, നമ്മൾ സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ട പോലെ നമ്മൾ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്ന ഭയങ്കര കുഞ്ഞു പിള്ളേരെ വിഷയം. അയ്യോ, അത് വലിയ ആൾക്കാർ വിഷയം ഇവന് കൊതിയായി കേട്ടോ. കാര്യം കുഞ്ഞു പിള്ളേരുടെ കുറേ വിഷസ് ഉണ്ടായിരുന്നു, നേരത്തെ പഠിച്ചിരുന്നതും ഇപ്പോൾ പഠിക്കുന്നതായിട്ടുള്ള കുറേ കുട്ടികൾ. എന്തായാലും താങ്ക് യു ഓൾ, ലവ് യു. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. ഞാൻ വീടെത്തിയിട്ടുണ്ട്. യോ ഗൈസ്, ഹലോ. ഇല്ലല്ല, ഉണ്ട്. താക്കോലെടുക്കൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ എടുത്തിട്ടില്ല. ഷർട്ട്ലെസ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റീൽ ബോഡി നാട്ടുകാർ കാണും. കയറി വാടാ മോനെ. അയ്യോ വാടമത്തേ. ശ്രീഹരി തിരിച്ചെത്തിയിട്ടുണ്ട് ഗായ്സ്. ബാളിയ കയറി വാ വീട്ടിൽ. സുഖം. എന്താ അവൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ, ഞാനല്ലേ നിങ്ങളുടെ മോൻ. എൻ്റെ അടുത്ത് വല്ലതും ചോദിച്ചു. ഉറങ്ങിയില്ല ചെറുക്ക ഒരു ദിവസം. ഞാൻ ഇനി വല്ല ശ്വാസം മുട്ടല തുടങ്ങിയത്. എടാ ശ്രദ്ധയില്ല, ഇതും കൊണ്ട് നടന്നാണ്
ഈ തണുപ്പത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരു കുഴപ്പമില്ലായിരുന്നു കണ്ടാ സേഫ്. വലിയവന്നല്ലടാ, KSRTC പോണെന്ന് പറഞ്ഞപ്പോ എനിക്കാണ് ഇവൻ പറഞ്ഞ് വിളിക്കരുതെന്ന്. രാത്രി 11 ഞാൻ വിളിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, വിളിച്ചാൽ കിട്ടത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഓക്കെ? കിട്ടൂല, അതൊക്കെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറിഞ്ഞോളാൻ വയ്യ. കാരണം KSRTC പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ എന്തായിരിക്കും എന്നുള്ള ഒരു വെപ്രാളത്തിൽ എനിക്ക് അറിഞ്ഞോളാൻ വയ്യ. ഞാൻ അങ്ങനെ നോക്കി അയ്യോ നിന്റെ നമ്പർ അപ്പൊ പറന്നുപോയി, കാക്കത്തിക്കൊണ്ടുപോയി ഫോണിൽ. നിന്നെ വിളിക്കാനെന്ന് പറഞ്ഞു, ഇവനെ വിളിക്കല്ലെന്ന് പറഞ്ഞപ്പോ അതുപോലെ നിന്നെയും ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്നെ വിളിക്കല്ലെന്ന് നീ പറഞ്ഞു. ഞാൻ കയറി പോണതുകൊണ്ട് വിളിക്കല്ലെന്നാണ്. ആ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കണക്ഷൻ രണ്ടുമായിട്ട് അങ്ങ് ഇവ അങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് വിളിക്കണ്ടെന്ന് പറഞ്ഞേ. ഞാൻ തിരിച്ച് വിളിച്ചോളാന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞു. ഓണാക്കാം. താങ്ക് യു താങ്ക് യു താങ്ക് യു. മരുന്ന് എവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തെന്നാ? അതിന് പറഞ്ഞു പേടിപ്പിച്ചു. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പറയാതെയാണ് ഞാൻ പോകുന്നത് എന്നൊരു ഐഡിയ ആർക്കും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്, ഓക്കെ? പിന്നെ എല്ലാം എടുത്ത് അച്ഛൻ്റെ സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യും യൂട്യൂബിൽ. കുഴപ്പമില്ല. ഇല്ല, ഇവന് വരുന്നുണ്ടോണ്ട് പാടാവണ്ടെന്ന് വെച്ചിട്ട് മുൻകരുതൽ എടുത്തതാണ്. കുഴപ്പമൊന്നുമില്ല, ചെറിയ ഡോസിലുള്ള അല്ല. എന്നിട്ട് ആവി പിടിച്ചായിരുന്നു, ആവി പിടിച്ചപ്പോൾ മൊത്തം മാറി. അപ്പം ആവി പിടിക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കണം. കണ്ണിലുണ്ണിയാണ് ഞാൻ. അപ്പൊ സ്ഥിരം പിടിച്ചു കഴിഞ്ഞാൽ കണ്ണിലുണ്ണിയാണ് കൊമ്പനാണ്. അയ്യോ അയ്യോ, ഇനിയിപ്പോ 3 ദിവസം കഴിഞ്ഞിട്ട് വന്നതല്ലേ, ശുശ്രൂഷിച്ചോ. ഇത് കൊള്ളാം കേട്ടോ, സെറ്റപ്പ്. ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു ഇവിടെ, ക്ലാവ് പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ അറ്റകുറ്റപ്പണിയാണ്. അതും തള്ളി കിടക്കുന്ന പൊട്ടിയതാ, റീപ്ലേസ് ചെയ്യണം. ഓ ഗൈസ്, ഇതാണ് എൻ്റെ വീട് ഇൻ 360 വ്യൂ. ഓക്കെ, അപ്പോൾ വാ ചായ കുടിച്ചിട്ട് വേണം. ചായ കുടി കട്ടൻ ചായ കുടിച്ചിട്ട് വാ, കുടിച്ചിട്ട് വാ. ഇവൻ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ നിൽക്കുകയാണ്. ഹെയറിന്ന് പറഞ്ഞിട്ടുള്ളൂ, നാളെ രാവിലെ എത്തുന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇനി സർപ്രൈസ് പ്ലാൻ ചെയ്യണം. എന്തോന്ന് ഇപ്പൊ ഇറങ്ങിയെന്നാ സർപ്രൈസ് എന്ന് പറഞ്ഞ കേട്ടായിരുന്നോ? ടീഷർട്ട് അത്രയും കളറുള്ളതാണടാ, ഓറഞ്ച് കളറുള്ളതല്ലേ എന്റെ ഫ്രീക്ക് ടീഷർട്ടിന് കൊല്ലടാ, അത് ഡിസൈനാണ്. പ്രൗഡ് പാരന്റ്സ്, യെസ്. ഉണ്ടാ അഭിമാന നിമിഷം. 30 കിലോമീറ്ററിൽ അത്രേ ഉള്ളൂ. നമ്മൾ ഈ വണ്ടി എത്ര 2 പേര് ഇരിക്കുമ്പോൾ അത്ര വലിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചൂടെ, പതിയെ പോവുള്ളൂ. ഞാൻ പിന്നെ ഇപ്പൊ ഒന്നും വിളിച്ചതില്ല, കാരണം ഇത്രയും സമയമായിരിക്കും കാണാത്തോണ്ടേ. അപ്പോഴേ തിരിച്ചെന്ന് പറഞ്ഞില്ല, ഞാൻ ആശുപത്രി ഇങ്ങോട്ട് വരണ സമയം തിരിച്ചെന്ന് പറഞ്ഞു. പതിയല്ലേ വരുന്നേ. ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് നിർത്തിയിട്ടൊക്കെ എന്നാ അപ്പോഴെങ്കിലും കൊറേ നിർത്തി ഞങ്ങള്. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ ഒറ്റ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 3 ബ്രേക്കിൽ ഇവിടെ എത്താൻ പറ്റും, അത്ര ഇരുന്ന് ഓടിക്കും. പിന്നെ ഞങ്ങള് പിന്നെ പതിയെ ആക്കിയതാണ്. അളിയ ബെൽറ്റ് വേണ്ടേ? ഇവന്റെ ബെൽറ്റാണ് ഇട്ടേക്കുന്നത്. അയ്യോ ഭഗവാനെ, ഇത് സൈസ് ഭയങ്കര കൂടുതൽ ഇരിപ്പോവല്ലേ ഭഗവാനെ. അയ്യോ, പിടിച്ചു. ഇത് ചിഞ്ചുവിനോടെ പോയി മേടിച്ചേ. ഞാൻ ചിഞ്ചുവിനോടെ പോയി മേടിച്ചില്ലേ. ചിഞ്ചു എൻ്റെ ബ്രദറാണ് കേട്ടോ. വീഡിയോസ് ഒക്കെ കാണിച്ചു തരാവേ, എടുത്ത വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ശ്രീരി ബൈ ബൈ കുട്ടാ. എടാ മീറ്റർ ഒന്ന് ഓണായി കാണിക്കടാ, എത്ര കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തൊന്ന് കാണട്ടെ. ഗൈസ് 670 കിലോമീറ്റർ. ഒരു ദിവസം റെസ്റ്റോട് കൂടിയാണ് ഈ 670 കിലോമീറ്റർ. അപ്പോൾ എളിയാ സൂക്ഷിച്ച് പോയേ. എടാ അമ്മേനെ സർപ്രൈസ് കൊടുക്കും.
ഞാൻ അന്വേഷിച്ചായിട്ട് പറഞ്ഞേക്കെ. എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ബൈ, നടക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ശ്രീജുമോൻ ബൈ പറയുകയാണ്. ബൈ ബൈ കുട്ടാ, ബൈ മുത്തേ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഓക്കെ ബൈ. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയ പാരൻസ് 2 പേരെന്ന് പറയുന്ന വീട്ടിൽ നിന്ന് വർക്കല പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം വയ്യ. കാറ് സർവീസിന് കൊടുത്ത മറന്നു എന്നോട് പറഞ്ഞു. ആ വിളിച്ചു റെഡിയായെന്ന് പറഞ്ഞു. ഓട്ടെ ബൈ ബൈ അളിയാ. ഇവിടെ ടിക്കറ്റ് ചാർജ് 10 രൂപയുണ്ട് കയറാനായിട്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജ് അല്ല, വണ്ടി വർക്ക് ചെയ്യുന്നത്. വണ്ടി വർക്കിനാണ്. കട്ടിയിട്ട്